ഹോം ക്ലെൻസിൻ്റെ എന്ന് പറയാനായിട്ടുള്ള അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഹോം ക്ലെൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു എൻക്വയറി വരികയാണെങ്കിൽ, ഒരു വീട് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് എൻക്വയറി വന്നാൽ നമ്മൾ ഓഫീസിൽ നിന്ന് നേരെ ആ സൈറ്റ് കാണും, വീട് കാണും. ഓഫീസാണെങ്കിലും സൈറ്റ് കാണും. സൈറ്റ് കണ്ട് എന്താണ് അവരുടെ ആവശ്യം, ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന രീതിയും കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതുപോലെ അവരുടെ ആവശ്യങ്ങളും യഥാർത്ഥമായിട്ടുള്ള നീഡ് എന്താണെന്ന് മനസ്സിലാക്കും. കാരണം വെച്ചാൽ ഓരോ വീടും വ്യത്യസ്തമാണ്. അപ്പോൾ അത് നമ്മളൊരു സ്ക്വയർ ഫീറ്റ് അനുസരിച്ചൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ എക്യുപ്മെൻറ്റുകൾ അവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ചെന്ന് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എത്ര സ്റ്റാഫ് വരേണ്ടി വരും എന്നുള്ളതും. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് സർവീസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ സോഫ ഷാമ്പു വാഷിംഗ് വരും, സ്റ്റീമിങ് വരും, ചിലപ്പോൾ ബാത്റൂം സാനിറ്റൈസേഷൻ ചെയ്യേണ്ടി വരും, ബെഡ് ഷാമ്പു വാഷ് ചെയ്യേണ്ടി വരാം, വാട്ടർ ടാങ്ക് ക്ലീനിങ് വരാം, പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ ഇൻ്റർലോക്ക് ക്ലീനിങ് വരാം. അങ്ങനെ ഒരുപാട് എയർ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് വരാം. അപ്പോൾ അതൊക്കെ ഓരോ കസ്റ്റമറുടെ സാഹചര്യം അനുസരിച്ചാണ് വരിക. ഇപ്പോൾ ഒരു ഡിസ്ചാർജ് ഒരു പേഷ്യൻ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ വിദേശത്ത് നിന്ന് പൂട്ടി കിടക്കുന്ന ഒരു വീട്ടിലേക്ക് വീണ്ടും ലീവിന് വരുന്നു, അങ്ങനെ പല ആവശ്യങ്ങൾ കാരണം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അവിടെ പോയി സൈറ്റ് കണ്ടിട്ട് തന്നെയാണ് നമ്മളൊരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറയുക. പിന്നെ നമുക്കുടെ ഡേറ്റ് ബുക്കിംഗ് നോക്കിയിട്ടും അവരുടെ കംഫർട്ടാവുന്നൊരു ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കണ്ടാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അവർക്കൊരു ഇഷ്ടക്കുറവിൻ്റെ സാഹചര്യം വരില്ല. കാരണം നമുക്ക് 100% അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കാരണം അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും അവിടെ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല, കൂടുതൽ ടൈം എടുത്തു, അല്ലെങ്കിൽ ഈ വർക്ക് നമ്മൾ ചെയ്യില്ല, അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം വരില്ല. അപ്പോൾ വർക്ക് തന്നാലും ഇല്ലെങ്കിലും വർക്ക് കിട്ടിയാലും അതൊന്നും നമുക്ക് പ്രശ്നമല്ല. എത്ര ദൂരെയാണെങ്കിലും ട്രിവാൻഡ്രത്ത് നമ്മൾ പോയി കണ്ടിട്ടാണ് നമ്മളൊരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറയുക.